എടുത്തിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഗോവിന്ദചാമിയെ പിടികൂടിയിട്ടില്ല എന്ന് കമ്മീഷണർ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ ഗോവിന്ദചാമിയെ പുറകെ ഓടിച്ചിട്ടുള്ള യുവാവാണ്. എത്ര സമയം എങ്ങനെയായിരുന്നു കണ്ടത്? ഗോവിന്ദചാമിയാണെന്ന് ടി വിയിലും കണ്ട് അങ്ങനെ ഉറപ്പിക്കാൻ കഴിയുന്നു? ഏട്ടാ, അത് നമ്മൾ ക്ലാസ്സിന് വന്നതാണ്. ഞാനിവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു ഓട്ടോൻ്റെ ഏട്ടനാണ് വിളിച്ച് പറഞ്ഞത് ഗോവിന്ദചാമി എന്ന്. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ വണ്ടി എടുത്തി. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ മതിലിയാടുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു രണ്ടേട്ടനും ഇവിടെ പണിയെടുക്കുന്ന ഏട്ടനും കൂടിയിട്ട് പുറകെ ഓടി. അപ്പോൾ ഏകദേശം അവിടം വരെ കണ്ടിന്, അതൊരു നേരെ കണ്ടിന്. പിന്നെ കണ്ടില്ല, പിന്നെ അയാൾ എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല. നമ്മൾ കുറേ നേരം അവിടെ നോക്കി. പിന്നെ ടി വിയിലെല്ലാം കണ്ട രൂപസാദൃശ്യം നോക്കി അത് കൃത്യമായിട്ട് കണ്ടതായി ഓട്ടോൻ്റെ ഏട്ടന. ഓട്ടോ ഓടിക്കുന്ന പുള്ളിയാണ് നേരം നമ്മളോട് പറഞ്ഞത് ഗോവിന്ദചാമി. അയാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. നിങ്ങൾ പുറകെ ഓടി? പുറകെ ഓടി. ഞാനും വേറെ ഒരു രണ്ടേട്ടന്മാരും ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെ പണിയെടുക്കുന്ന, ഒന്ന് പുറത്തുനിന്നല്ലോ. അതിനുശേഷം പോലീസ് വന്ന് അതിന് ശേഷം നമ്മൾ ആ ബിൽഡിങ്ങിലുണ്ടോ നോക്കി. പിന്നെ നേരെ ഒരു ബിൽഡിംഗ് ഉണ്ട്. എവിടം വരെ ഓടി? ഈ കാട് കടന്ന ആ കാട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരാൾ മതിൽ തുള്ളുന്നതാണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തുള്ളുമ്പോൾ അവിടെ ഒരു കമ്പി വേലിയുണ്ട്. ആ കമ്പി വേലിയിൽ കൊടുക്കാൻ നമ്മൾ ചെയ്തത്. പക്ഷെ അയാൾ അങ്ങ് നേരെ ഓടുക ചെയ്തേ. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. നേരെ ആ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് പോയത്. അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അങ്ങോട്ടാണ് പോയത്. പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. ആഷ്മി, ഇത് ഇപ്പോൾ ഈ ഗോവിന്ദചാമി രൂപസാദൃശ്യമുള്ള ആളെ കണ്ട ആൾക്കാരാണ് പറയുന്നത്. അവർ ഏകദേശം ആ ടി വിയിലൊക്കെ കണ്ട ഒരു രൂപസാദൃശ്യം അനുസരിച്ച് അത് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോഴും പറയുന്നു ഗോവിന്ദചാമിയെ അവർ പിടികൂടിയിട്ടില്ല എന്നതാണ് കമ്മീഷണർ പറയുന്നത്. തളാപ്പിൽ വെച്ച് ഗോവിന്ദചാമിയെ അത്തരത്തിൽ പിടികൂടി എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അവിടെ ക്ഷേത്രത്തിന് സമീപം ഒരു വീടിന് തൊട്ടരികിൽ വെച്ച് ഗോവിന്ദചാമിയെ തന്നെ പിടികൂടി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വന്നത്. പക്ഷേ നമ്മൾ സിറ്റി കമ്മീഷണറോട് ആ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിൽ അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ രണ്ട് ദൃശ്യങ്ങളിലുള്ള ആളുടെ ശാരീരിക ഘടനയൊക്കെ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരുപോലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കറിയില്ല, ഇനിയിപ്പം ഈ രൂപസാദൃശ്യം മാത്രമാണോ? ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോൾ അയാൾ ഓടുന്ന എന്തിനാണ് എന്ന കാര്യം നമുക്കറിയില്ല. അയാൾ ഓടുകയും അതിൻ്റെ പിന്നാലെ ഇവർ ഓടുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവറും ഈ നമ്മളിപ്പോൾ കണ്ട സനോജോ അങ്ങനെ പറയുന്ന ആ യുവാവും കൂടെ ഓടുകയും ചെയ്തു. ഓടിയപ്പോൾ ഇയാൾ മതിൽ ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിനകത്ത് കയറിയിരിപ്പുണ്ടോ എന്ന് അറിയാൻ അവരെ നോക്കി. അത് കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചത്. പോലീസ് വന്ന് അവിടെ പരിശോധന നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇടതുവശത്തെ വിൻഡോയിൽ കാണുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയതിനു ശേഷം വളരെ ശാന്തനായി, വളരെ സാത്വികനായി, ഒരു കുഴപ്പവും സംഭവിക്കാത്ത മട്ടിൽ നടന്നു പോകുന്ന ഒരു കൊടും കുറ്റവാളി നമ്മൾ കാണുകയാണ് ഒരു വിൻഡോയിൽ. മറ്റേ വിൻഡോയിൽ കാണുന്നത് ഗോവിന്ദചാമിയോട് സാമ്യമുള്ള ആൾ എന്ന നാട്ടുകാർ സംശയിക്കുന്ന, പോലീസിനൊക്കെ അവർ വിവരം അറിയിച്ച, ഒരു കൈ ഒളിപ്പിക്കാനെന്ന മട്ടിൽ അയാൾ തലയിൽ ഒരു മഞ്ഞ കളർ ഒരു തുണിക്കെട്ട് ഉണ്ടാക്കി അതിനകത്ത് കൈ കയറ്റി വെച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും.